കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കളിമുറ്റത്തിന്റെ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ബൈബിൾ വചനം നിങ്ങളെല്ലാരും പഠിച്ചോ? എങ്കിൽ റിസ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ, പോകാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. മീനിന്റെ പേരെന്താ? ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. താറാവിന്റെ പേരെന്താ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. ജിറാഫിന്റെയോ? ജുവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഇന്ന് ഞാൻ തോബിത്തിന്റെ കഥ പറഞ്ഞാലോ? തോബിത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തോബിത്ത് എന്നൊരു വ്യക്തി നിനവേ പട്ടണത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക, അതുപോലെ തന്നെ അനാഥമായി കിടക്കുന്ന ശരീരങ്ങളെ അടക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളായിരുന്നു തോബിത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം തോബിത്ത് വഴിയരികിൽ കിടന്ന ഒരു ശരീരത്തെ അടക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അന്ന് ഒത്തിരി വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അശുദ്ധനായിരുന്നതുകൊണ്ടും വീടിന്റെ പുറത്തുള്ള മതിലിനോട് ചേർന്ന് അദ്ദേഹം അന്ന് വിശ്രമിച്ചു. മതിലിൽ വന്നിരുന്ന പക്ഷികൾ കാഷ്ടിച്ചപ്പോൾ ആ കാഷ്ടം തോബിത്തിന്റെ കണ്ണിൽ വീണു. അപ്പോൾ തോബിത്തിന് കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. കുറെ അധികം ചികിത്സിച്ചു, പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. തോബിത്തിന് കാഴ്ച തിരിച്ചു ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ തോബിത്തിന്റെ ഭാര്യയായ അന്ന മറ്റുള്ള വീടുകളിൽ ജോലിക്ക് പോകുവാൻ ആരംഭിച്ചു. ഒരു ദിവസം തോബിത്തിന്റെ ഭാര്യയായ അന്നയ്ക്ക് താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്നും ഒരു ആട്ടിൻകുട്ടിയെ സമ്മാനമായി നൽകി. ഇത് അന്ന വീട്ടിൽ ചെന്ന് തോബിത്തിനോട് പറഞ്ഞു. അപ്പോൾ തോബിത്ത് അവളത് മോഷ്ടിച്ചതാണെന്നാണ് കരുതിയത്. അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ അന്നൊരു കലഹമുണ്ടായി. അത് തോബിത്തിനെ വല്ലാതെ വിഷമിപ്പിച്ചു. തോബിത്ത് തന്റെ കുടുംബത്തിനൊരു ബാധ്യതയായി തീരുകയാണെന്നാണ് തോബിത്ത് കരുതിയത്. അതുകൊണ്ട് തോബിത്ത് മരണത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോബിത്ത് ഒരു കാര്യം ഓർത്തത്. തന്റെ നല്ല സമയത്ത് താൻ സമ്പാദിച്ചു വെച്ചേക്കുന്ന കുറച്ച് പണങ്ങൾ തന്റെ സുഹൃത്തിന് സൂക്ഷിക്കുന്നതായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ മകനെ വിട്ട് ആ പണം തിരിച്ചു മേടിക്കാമെന്ന് തോബിത്ത് കരുതി. അതിനായി തന്റെ മകനായ തോബിയാസിനെ തോബിത്തിന്റെ അരികിലേക്ക് വിളിപ്പിച്ചു. തോബിയാസിനോട് തോബിത്ത് കാര്യം അവതരിപ്പിച്ചു. ഞാൻ എന്റെ നല്ല സമയത്ത് സമ്പാദിച്ചിട്ടുള്ള കുറച്ചു പണം ഞാൻ എന്റെ സുഹൃത്തിന്റെ കയ്യിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ അത് പോയി തിരിച്ചു മേടിച്ചുകൊണ്ട് വരണം. നാം ദരിദ്രരാണെന്ന് കരുതി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ഒത്തിരിയധികം സമ്പാദ്യങ്ങൾ നൽകും. അതുകൊണ്ട് ഇപ്പോൾ നാം വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് തോബിത്ത് തോബിയാസിന് പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രസീത് കൊടുത്തു. കൂടാതെ തോബിത്ത് തോബിയാസിനെ ഒരു കാര്യം കൂടി പറഞ്ഞേൽപ്പിച്ചിരുന്നു. എന്താണെന്നറിയാമോ? നീ ആ പട്ടണത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കൂടെ ഒരു സുഹൃത്തിനെയും കൊണ്ടുപോകുക. അങ്ങനെ തോബിയാസ് ഒരു സുഹൃത്തിനെ തേടി ആ നഗരത്തിന് ചുറ്റും നടന്നു. ആ നടക്കുന്ന വഴി തോബിയാസിന് ഒരു സുഹൃത്തിനെ കിട്ടി. ആ സുഹൃത്തിന്റെ പേരാണ് റാഫേൽ. ആ റാഫേൽ ആരാണെന്നറിയാമോ? ദൈവദൂതനായ റഫായേൽ ആയിരുന്നു. പക്ഷെ അതാർക്കും മനസ്സിലായില്ല. അങ്ങനെ തോബിയാസും റാഫേലും തോബിത്തിന്റെ അരികിൽ വന്ന് അനുഗ്രഹവും മേടിച്ച് യാത്ര തിരിച്ചു. അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നദീതീരത്തെത്തി വിശ്രമിച്ചു. തോബിയാസ് വളരെയധികം ക്ഷീണിച്ചതുകൊണ്ട് ആ നദിയിലിറങ്ങി കുറച്ചുനേരം കുളിക്കാമെന്ന് കരുതി. അങ്ങനെ തോബിയാസ് ആ നദീതീരത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മത്സ്യം തോബിയാസിന്റെ നേരെ ചാടി. ആ മത്സ്യം തന്നെ വിഴുങ്ങിക്കളയുമോ എന്ന് തോബിയാസ് ഭയപ്പെട്ടു. അപ്പോൾ ഉടനെ നദീതീരത്തു നിന്നും റാഫേൽ വിളിച്ചു പറഞ്ഞു, ആ മത്സ്യത്തെ പിടിക്കുക. ഉടനെ തന്നെ ധൈര്യം സംഭരിച്ച് തോബിയാസ് ആ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് ഒരൊറ്റയേറ്. അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ ആ മത്സ്യത്തിന് കാവലിരുന്നു. തോബിയാസ് കുളി കഴിഞ്ഞ് നദിക്കരയിലേക്ക് കയറി വന്നപ്പോൾ അവരിരുവരും ആ മത്സ്യത്തെ കഴിക്കുന്നതിനായി അവിടെ കൂടി. അപ്പോൾ റാഫേൽ ദേവദൂതൻ തോബിയാസിനോട് പറഞ്ഞു, ഈ മത്സ്യത്തിന്റെ കരളും ചങ്കും കയ്പും എടുത്ത് മാറ്റിവെക്കുക. അപ്പോൾ തോബിയാസ് അവനോട് ചോദിച്ചു, അതെന്തിനാണ് മാറ്റിവെക്കുന്നത്? അപ്പോൾ റാഫേൽ തോബിയാസിനോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു പിശാചോ അശുദ്ധാത്മാവോ സ്ത്രീയെയോ പുരുഷനെയോ ആക്രമിക്കുകയാണെങ്കിൽ ഈ മത്സ്യത്തിന്റെ ചങ്കും കരളും എടുത്ത് പുകച്ചാൽ മതി,
ആ ഗന്ധം വരുമ്പോൾ ആ പിശാച് അവരെ വിട്ടുപോയിക്കൊള്ളും. അതുപോലെ തന്നെ തിമിരം ബാധിച്ച കണ്ണിൽ ഈ മത്സ്യത്തിന്റെ കയ്പ് പുരട്ടിയാൽ ആ തിമിരം മാറുകയും ചെയ്തു. അങ്ങനെ റാഫേൽ ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് തോബിയാസ് അത് ചെയ്തു. പിന്നീട് അവർ വീണ്ടും യാത്ര പുറപ്പെട്ടു. തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യവും പൂർത്തിയാക്കി അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ റാഫേൽ തോബിയാസിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള മത്സ്യത്തിന്റെ കയ്പ് നിന്റെ പിതാവിന്റെ കണ്ണിൽ പുരട്ടുക, അപ്പോൾ നിന്റെ പിതാവിന് കണ്ണു ചൊറിയും. അപ്പോൾ തന്റെ കണ്ണിലുള്ള വെള്ളപ്പാട് പൊട്ടുകയും പിതാവിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തോബിയാസ് വീട്ടിലെത്തിയപ്പോൾ തോബിത്തിന്റെ കണ്ണിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മത്സ്യത്തിന്റെ കയ്പ് പുരട്ടി. അപ്പോൾ പിതാവിന് കണ്ണു ചൊറിഞ്ഞു. തോബിത്തിന് തന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തോബിത്ത് പിതാവിനോട് പറഞ്ഞു. പിതാവിന് വളരെയധികം സന്തോഷമായി. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ഏത് മോശ അവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നാം ദരിദ്രരാണ് എന്നുള്ള പേടിയിൽ കഴിയേണ്ടതില്ല. ദൈവം നമുക്ക് സമ്പാദ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് പുള്ളിമാൻ പറഞ്ഞ കഥ ഇഷ്ടമായോ? എനിക്കൊത്തിരി ഇഷ്ടമായി പുള്ളിമാൻ പറഞ്ഞ കഥ. നല്ല മെസ്സേജ് ഉള്ള കഥയായിരുന്നല്ലേ പുള്ളിമാൻ നമ്മളോട് പറഞ്ഞത്. എങ്കിൽ നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഷ്യ 49:16. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം കുട്ടികൾക്കുള്ള ബൈബിൾ കഥകൾ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജോർജ് ഇമ്മട്ടിയാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് H&C ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. വിശ്വാസ സാഹിത്യത്തിൽ ഏറ്റവും പ്രചാരമുള്ള കൃതിയായ ബൈബിൾ എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ അതിന്റെ വലുപ്പവും അവതരണ രീതിയുടെ പ്രത്യേകതയും മൂലം കുട്ടികൾക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അവർക്കു വേണ്ടി ആ ലോകോത്തര കൃതിയിലെ പുതിയ നിയമഭാഗത്തെ 80 കൊച്ചുകഥകളായി കുട്ടികളുടെ കഥാകാരനായ ഇമ്മട്ടി മാസ്റ്റർ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മേരിയുടെ മുന്നിൽ ഒരു മാലാഖ, ഔസേപ്പിന്റെ സ്വപ്നം, യേശു ആശാരിപ്പണിയിൽ, ദേവാലയത്തിലൊരു വിപ്ലവകാരി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, 12 ശിഷ്യന്മാർ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു, നല്ല സമരിയക്കാരന്റെ കഥ, 10 കന്യകമാർ, അവസാന അത്താഴം, കുള്ളനായ സക്കേവൂസ് എന്നിങ്ങനെ 80ഓളം കൊച്ചുകഥകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. കഥകൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ. ക്രിസ്തു പറഞ്ഞ 20ഓളം കഥകൾ ഈ പുസ്തകത്തിലുണ്ട്. ധൂർത്തപുത്രന്റെ കഥയും നല്ല സമരിയക്കാരന്റെ കഥയും 10 കന്യകകളുടെ കഥയുമെല്ലാം കുട്ടികൾക്ക് എന്താനന്ദം കൊടുക്കുമെന്നോ. മാത്രമല്ല, അവ വായിക്കുന്ന കുട്ടി അവനറിയാതെ മിതവ്യയം, ദയ, വിവേകം തുടങ്ങിയ നിരവധി ഗുണങ്ങളുടെ ഉടമയാവുകയും ചെയ്യും. അതിനാൽ കുഞ്ഞുങ്ങളുടെ സന്തോഷവും സ്വഭാവ സംസ്കരണവും ലക്ഷ്യമാക്കുന്ന സജ്ജനങ്ങൾ ഈ കഥാസമാഹാരം അവർക്ക് സമ്മാനിക്കട്ടെ. സുവിശേഷകരായ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരെഴുതിയ സരസമായ സംഭവങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോക ക്ലാസിക്കായ ബൈബിളിന്റെ ഒരു സംഗ്രഹം കൂടിയാണിതെന്ന് പറയാം. ഈ പുസ്തകത്തിലെ ഒരു കഥയാണ് യേശു ആശാരിപ്പണിയിൽ എന്നുള്ളത്. നിഷ്കളങ്കരായ ആയിരക്കണക്കിന് ആൺകുട്ടികളെ കൊന്നൊടുക്കിയ ദുഷ്ടനായ ഹെരോദോസ് പിന്നെ അധികകാലം ജീവിച്ചില്ല. അയാൾ വേഗം മരിച്ചു. ഔസേപ്പിന് വീണ്ടും സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷനായി. മാലാഖ പറഞ്ഞതനുസരിച്ച് ഔസേപ്പും മറിയവും യേശുവിനെയും കൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. നസ്രത്തിലെത്തിയ ഔസേപ്പ് ആശാരിപ്പണി തുടർന്നു. അദ്ദേഹം മരമറുക്കുന്നതും ചിന്തേരിട്ട് മിനുസമാക്കുന്നതും പെട്ടികളും കൽപ്പലകകളും ഉണ്ടാക്കുന്നതുമെല്ലാം ബാലനായ യേശു നോക്കി മനസ്സിലാക്കി.
അവൻ തൻ്റെ പിതാവിനെ സഹായിച്ചു. നസ്രത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാർ അവരായിരുന്നു. യേശു മാതാവിനെയും പിതാവിനെയും നല്ല പോലെ സഹായിച്ച് കഴിഞ്ഞുകൂടി. ആശാരിപ്പണി കഴിഞ്ഞാൽ അവൻ കുന്നിൻ ചെരുവിൽ ചെന്ന് ദൈവത്തെ സ്തുതിക്കുക പതിവായിരുന്നു. അവനെ എല്ലാവരും നല്ലവനെന്നും ജ്ഞാനിയെന്നും പ്രശംസിച്ചു. ഇങ്ങനെ ബൈബിളിലെ കഥകൾ വളരെ രസകരമായ രീതിയിലാണ് ഇമ്മട്ടി മാസ്റ്റർ ഈ പുസ്തകത്തിൽ രചിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ പുസ്തകം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും പേരൻസിനോട് പറഞ്ഞ് ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്താ നോക്കിയാലോ? ഇന്നെത്താ നമ്മൾ എന്ത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നമുക്കിന്ന് ഈശോന്റെ പടം വെക്കാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ പഠിച്ചാലോ? എങ്കിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ? ആദ്യമായി നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്ക്, പിന്നെ പെയിന്റുകൾ, പിന്നെ സ്റ്റാർസ്, ഗം. ഇത്രയുമാണ് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിൽ പെയിന്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് 4 സ്റ്റിക്കിലും പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിൽ ഗ്രീൻ കളർ പെയിന്റ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ നമ്മൾ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ സ്റ്റാർസ് ഇട്ടിക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡി ആക്കിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായോ?
ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഇന്ന് എക്ത് പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങളെല്ലാരും വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാർ ആരൊക്കെയാന്ന് നോക്കിയാലോ, എന്നിട്ട് അവരെ വിഷ് ചെയ്യാം. ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ ക്രിസ്തുക്കുടിക്കായ അന്നമ്മളുടെ അടുത്തിട്ട് പോയാലോ? ഇന്ന് അന്നമ്മളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. മലാക്കേ. ഹായ് അന്നമോളെ. ഹായ് മലാക്കേ. എന്റെ അന്നക്കുട്ടി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മലാക്കേ. ആട്ടെ, ഇന്ന് എന്താണാവോ എന്റെ അന്നക്കുട്ടിയുടെ സംശയം? അതോ, കഴിഞ്ഞ ദിവസം അമ്മ എനിക്കൊരു കളിപ്പാട്ടം വായിച്ചു തന്നായിരുന്നു. അതിൽ ബാറ്ററി ഇട്ടാലേ പാട്ട് കേൾക്കൂ. ചില കളിപ്പാട്ടങ്ങൾ അങ്ങനെ അന്നമോളെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് പ്രവർത്തിക്കാൻ ബാറ്ററി കൂടിയേ തീരൂ. ശരിക്കും ആരാ മലാക്കേ ഈ ബാറ്ററി കണ്ടുപിടിച്ചത്? ഇന്ന് കാണുന്ന ബാറ്ററികളുടെ ആദ്യ രൂപം കണ്ടുപിടിച്ച ആളാണ് അലക്സാൻഡ്രോ വോൾട്ട. 1800-ൽ ചെമ്പ്, സിങ്ക് എന്നീ ലോഹങ്ങൾ കൂട്ടിച്ചേർത്താണ് അലക്സാൻഡ്രോ ഈ ബാറ്ററി ഉണ്ടാക്കിയത്. എന്നാൽ ബാറ്ററി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന അമേരിക്കൻ ഗവേഷകനാണ്. 1749-ൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ കപ്പാസിറ്ററുകളെ സൂചിപ്പിക്കാനായിരുന്നു ബാറ്ററി എന്ന പദം ഉപയോഗിച്ചത്. മാത്രമല്ല, വൈദ്യുതി കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് ശാസ്ത്രലോകം നൽകിയിരിക്കുന്നതും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അത് കൊള്ളാമല്ലോ മലാക്കേ. ഊർജ രൂപങ്ങളിലെ രാജാവ് ആണ് വൈദ്യുതി. എന്നാൽ വൈദ്യുതിയെ ഉള്ളിലൊളിപ്പിച്ച ചെപ്പാണ് ബാറ്ററി. കൊണ്ടു നടക്കാവുന്ന വൈദ്യുത സംഭരണികളാണ് ബാറ്ററികൾ. അതായത് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാറ്ററി. വൈദ്യുതി കണ്ടുപിടിച്ചെങ്കിലും അത് സംഭരിച്ചു വെക്കാനും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും കഴിയില്ല എന്നതായിരുന്നു ആദ്യകാലത്ത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചത് ബാറ്ററി ആയിരുന്നു അന്നമോളെ. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളുടെ വരവോടെ ഊർജ രംഗത്തെ ഒഴിച്ചുകൂടാനാവാത്ത ഒരംഗമായി ബാറ്ററികൾ മാറി. ലോകത്തെ ഇന്ന് കാണുന്ന രീതിയിൽ സ്മാർട്ടാക്കി മാറ്റിയ ഒട്ടുമിക്ക ഉപകരണങ്ങളുടെ പിന്നിലും ബാറ്ററിയുണ്ട്. ക്ലോക്ക്, വാച്ച്, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച്, റിമോട്ടുകൾ, വാഹനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം ചലിക്കുന്നതിന്റെ പിന്നിൽ ബാറ്ററിയാണ് അന്നമോളെ. അത് കൊള്ളാമല്ലോ മലാക്കേ. ഈ ബാറ്ററിക്ക് 2 ടെർമിനൽ ഉണ്ട് അന്നമോളെ. അതെന്തൊക്കെയോ മലാക്കേ? പോസിറ്റീവും നെഗറ്റീവും. ബാറ്ററിയുടെ ഒരു വശത്ത് തല പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമില്ലേ, അവിടെ ക്രോസ് ആകൃതിയിൽ ഒരു ചിഹ്നവും ഉണ്ടായിരിക്കും. ആ ഭാഗമാണ് പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ നെഗറ്റീവോ? നെഗറ്റീവ് ചിഹ്നം അഥവാ ചെറിയൊരു വര കാണിച്ചിരിക്കുന്ന ഭാഗമാണ് നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിലാണ് ഇലക്ട്രോണുകളുടെ സ്രോതസ്. രാസപ്രവർത്തനം വഴിയുണ്ടാകുന്ന ഇലക്ട്രോണുകൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു ബാഹ്യ വൈദ്യുതി സർക്യൂട്ട് വഴി പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ഇലക്ട്രോണുകളുടെ തുടർച്ചയായ ആ പ്രവാഹമാണ് ബാറ്ററിയിൽ നിന്നുമുള്ള വൈദ്യുതി. 2 തരം ബാറ്ററികളുണ്ട്. അതെന്തൊക്കെയോ മലാക്കേ? പ്രാഥമിക ബാറ്ററികളും ദ്വിതീയ ബാറ്ററികളും. സാധാരണ ബാറ്ററികളുടെ ഉള്ളിലെ രാസവസ്തുക്കൾ പ്രവർത്തിച്ചു തീരുന്നതോടെ വൈദ്യുതി ഉൽപാദനം നിലയ്ക്കും. അങ്ങനെ ഒറ്റത്തവണ ഉപയോഗിച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്ന ബാറ്ററികളാണ് പ്രാഥമിക ബാറ്ററികൾ.
പലതവണ ഉപയോഗിക്കാവുന്ന, അതായത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാറ്ററികളാണ് ദ്വിതീയ ബാറ്ററികൾ. റീചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാറ്ററികൾ റീചാർജ് ചെയ്യുമ്പോൾ വിപരീത ദിശയിൽ വൈദ്യുതി കടന്നുവരും. അതോടെ ബാറ്ററിയുടെ ഉള്ളിലെ രാസവസ്തുക്കൾ വിപരീത ദിശയിൽ രാസപ്രവർത്തനം നടത്തി പഴയതുപോലെ ആയിത്തീരും. അങ്ങനെ അവയിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉൽപാദനം നടക്കും. ഈ ബാറ്ററിയാള് കൊള്ളാമല്ലോ മാലാക്കേ. അത് ശരിയാ. എന്നാൽ എൻ്റെ അന്നമോള് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ബായ് മാലാക്കേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമുള്ള സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ റിസ, ഞാൻ നിന്നോടൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? നീ അതിന്റെ ആൻസർ പറയാമോ? ഞാനില്ലെങ്കിൽ ആർക്കും വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. ആരാണ് ഞാൻ? ഒരു ക്ലൂ തരാവോ? വണ്ടിയിലുള്ളൊരു സാധനമാണ്. പെട്രോള്, സ്റ്റിയറിംഗ്, എൻജിൻ അല്ല. എങ്കിൽ ഞാൻ എന്റെ ആൻസർ പറയട്ടെ. നമ്പർ പ്ലേറ്റ്. ഓ, നമ്പർ പ്ലേറ്റ്. നമ്പർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? കഴിക്കാൻ പറ്റും, പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. എന്തിനെങ്കിലും എല്ലാണോ? ഒരു ക്ലൂ തരാവോ? കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധന. പ്ലേറ്റ് ആണോ? ശരിയായ ഉത്തരം. എങ്കിൽ കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് ടാനിയ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് കൂട്ടുകാർ. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരൻ്റെ മുഖത്തടിച്ചു. ഒരുപാട് വേദന എടുത്തു ആ കൂട്ടുകാരൻ. എന്നാലും ഒന്നും പറയാതെ അത് മണലിൽ എഴുതി. ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ യാത്ര തുടങ്ങി. ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഒരു നീർച്ചാല് കണ്ടെത്താൻ സാധിച്ചു. അവർ അതിൽ വെള്ളം കുടിക്കുമ്പോൾ ആദ്യം അടികൊണ്ട കൂട്ടുകാരൻ ആ ചെളിക്കുഴിയിൽ വീണു. അങ്ങനെ മറ്റേ കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ രക്ഷിച്ചു. അപ്പോൾ രക്ഷിച്ച കൂട്ടുകാരൻ ചോദിച്ചു, ഞാൻ ആദ്യം നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ എന്തുകൊണ്ടാണത് കല്ലിൽ എഴുതിയത്? അയാൾ മറുപടി പറഞ്ഞു, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ അത് മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. ആരെങ്കിലും നമുക്ക് നന്മ ചെയ്താൽ നമ്മളത് കല്ലിൽ കുത്തിവെക്കണം, ഒരിക്കലും മായാത്തതുപോലെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിന്റെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? അതെ, സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. നമുക്ക് ആരെങ്കിലും നന്മ ചെയ്താൽ അഭിനന്ദിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യണം. നന്ദി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിയാനൊക്കെ ഇഷ്ടമായോ? നിങ്ങൾക്കും ഇതുപോലെ കഴിവുകൾ ഉണ്ടെങ്കിൽ കളിയരങ്ങിൽ പങ്കെടുക്കാം. എങ്കിൽ കൂട്ടുകാരെ, ഇന്ന് കളിമുറ്റത്തിൽ ആരുടെ പടമാ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥകൾ പറയാനും പാട്ടുകൾ പാടാനും പടങ്ങൾ വരയ്ക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് ഇഷ്ടമായോ? അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. Till then, bye.